മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ ദിവസം നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ മാസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ അധ്വാനങ്ങളിലും, നിങ്ങളുടെ യാത്രകളിലും, നിങ്ങളുടെ കുടുംബത്തിലുമെല്ലാം ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്ന് ഈശോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോനാഥൻ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഒരു തളർവാദ രോഗിയെ അവൻ്റെ കിടക്കയോടുകൂടെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ജനക്കൂട്ടം നിമിത്തം ഈശോയുടെ അരികിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ ആ ഈശോ ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടെ ഈശോയുടെ അരികിലേക്ക് ആ തളർവാദ രോഗിയെ ഇറക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, അവരുടെ ആ വിശ്വാസം, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗി സൗഖ്യമാക്കപ്പെടട്ടെ എന്ന്, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ എന്നാണ് ഈശോനാഥൻ പറയുന്നത്. ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ തളർവാദ രോഗി കിടക്കയുമെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ചില തടസ്സങ്ങൾ നേരിടുന്ന ചില അവസ്ഥകളുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഈ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈശോയുടെ അരികിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ചില നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപോലെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഇത് ഈശോയുടെ അരികിലേക്ക് എത്താനുള്ള തടസ്സമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നത്, ഈ മനുഷ്യർ ഈശോയുടെ അരികിലേക്ക് എത്താനുള്ള തടസ്സമുണ്ടായിരുന്നെങ്കിലും ആ തടസ്സം മാറ്റാനായിട്ടുള്ള വഴി അന്വേഷിക്കുക, അതിനുവേണ്ടി അവർ പരിശ്രമിക്കുക. ഇതുപോലെ നമുക്കെല്ലാ സാഹചര്യത്തിലും പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകൾ നമുക്കുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ മനസ്സ് അത് പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കാനും ഈശോയുടെ അരികിലേക്ക് എത്തുവാനുമായിട്ടുള്ള നമ്മുടെ മനസ്സ്, അതിലേക്കാണ് ഈശോ നോക്കുന്നത്. ഈശോനാഥൻ ഈ മനുഷ്യരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുക. പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ മനസ്സ്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം നമ്മൾ നിൽക്കുക, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വേദനയുടെയോ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം നമുക്ക് നിൽക്കുക. എന്നാൽ അവിടെയും പ്രാർത്ഥിക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ട് എങ്കിൽ, ദൈവത്തെ വിളിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട് എങ്കിൽ, ദൈവം നമ്മളെ കാണുമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ ആഴമാണ് ഇവിടെ കാണുന്നത്. തടസ്സങ്ങൾ ഏറെയുണ്ട്. ഈശോയുടെ അരികിലേക്ക് എത്താനായിട്ട് ഒരു മാർഗവുമില്ല. പക്ഷേ അതിനുവേണ്ടി വഴി അവർ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ ഈശോയുടെ അരികിലെത്തി അവന് സൗഖ്യം കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും, പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഈ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഈ ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ. വീണ്ടും സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഈശോ തളർവാദ രോഗിയോട് പറയും, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അവൻ്റെ തളർവാദത്തിന് കാരണം അവൻ്റെ പാപങ്ങളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പല തളർച്ചകൾക്കും കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പാപാവസ്ഥകളായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നതായിരിക്കാം. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. നമ്മുടെ അധ്വാന മേഖലകളിൽ ഒരു വേണ്ടത്ര ഫലം ലഭിക്കുന്നില്ലേ? തളർന്നു കിടക്കുന്ന അവസ്ഥയാണോ? രോഗങ്ങൾ മാറുന്നില്ലേ? കഷ്ടതകൾ മാറുന്നില്ലേ? കുടുംബത്തിന് ഉയർച്ചയില്ല, മക്കൾക്ക് ഉയർച്ചയില്ല, എപ്പോഴും തളർന്നു കിടക്കുന്ന അവസ്ഥയാണ്. എവിടെ എങ്കിലും പാപത്തിന് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. പാപത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പാപത്തിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറായാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിനൊരു ഉയർപ്പ് നൽകും.
നമ്മുടെ ജീവിതത്തെ കർത്താവ് ഉയർത്തും. നമ്മുടെ തളർച്ചകളെല്ലാം അവിടുന്ന് മാറ്റുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അപ്പം നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും മേഖലയിൽ കുറവുകളുണ്ട് എങ്കിൽ, പ്രാർത്ഥനയിൽ കുറവുണ്ട് എങ്കിൽ, വിശ്വാസത്തിൽ കുറവുണ്ട് എങ്കിൽ, വിശുദ്ധിയിൽ കുറവുണ്ട് എങ്കിൽ, കർത്താവിന് മുമ്പിൽ കുറവുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ തളർച്ചകളെല്ലാം ഈശോ മാറ്റും. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ. എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണ ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ കര ഇവരുടെ മേൽ ഉയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.